എബ്രഹാം, ഇടിക്കുള എബ്രഹാം. അരുന്ധതി കൊലക്കേസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാർ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്. എബ്രഹാം ജയിലിൽ നിന്നു ഈയിടയ്ക്ക് ഇറങ്ങിയത്. ജീവപര്യന്തം 7 വർഷത്തിൽ ഒതുക്കി തീർക്കാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു. പച്ച വെള്ളം പോലെയാ പണം വാരി എറിഞ്ഞത്. ജയിലിൽ നിന്നും ഇറങ്ങി ആദ്യം തേടിയത് തന്നെയാ. നന്ദി പറയാൻ തന്റെ ജയങ്ങളൊക്കെ അനുമോദിച്ചുകൊണ്ട് ബൊക്കെ കൊടുത്തയച്ചിരുന്നു. കിട്ടിക്കാണുമല്ലോ. ആ ഡിവൈഎസ്പിയും പത്രവും ഒക്കെ വെറും ഞാഞ്ഞൂലുകൾ. അവരൊക്കെ ഓടിച്ചാൽ താൻ ഒടിയോ? തന്നെ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കല്ലേ. കുറെ വർഷമായി ഊണിലും ഉറക്കത്തിലും എനിക്കൊരൊറ്റ ചിന്തയുള്ളൂ. നീ മാത്രമാണ് എന്റെ മനസ്സിൽ. അപ്പോ പ്രതികാരം തീർക്കാൻ വന്നാണല്ലേ? അല്ല, യുദ്ധം പ്രഖ്യാപിക്കാൻ. ഒരു സന്ധിയുമില്ലാത്ത യുദ്ധം. പേടിക്കേണ്ട ആനന്ദൻ സാറേ, ഈ യുദ്ധത്തിൽ ഒരു തുള്ളി ചോര വീഴില്ല. ഭാരത യുദ്ധത്തിലെ കൃഷ്ണനെ പോലെ ആയുധം ഞാൻ കൈകൊണ്ട് തൊടില്ല. ആയുധവും ചോരയും ഇല്ലാതെ എന്ത് യുദ്ധമെന്ന് ചിന്തിക്കുകയായിരിക്കും മനസ്സിൽ. അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകൂ. ഇന്നെനിക്ക് തികച്ചും 10 സെക്കൻഡ് വേണ്ട നിന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ. പക്ഷെ അതോടെ എല്ലാം തീരും. എനിക്കത് പോരാ. ഞാൻ നരകിച്ചതിന് ഒരു മരണവും ബദലാവില്ല. നീ മരിക്കാതെ മരിക്കണം, നരകിക്കണം എന്റെ മുമ്പിൽ കിടന്നു. യു ഫിൽത്തി റാസ്കൽ. കള്ളക്കടത്തും പെണ്ണുകൂട്ടിക്കൊടുപ്പും കരിഞ്ചന്തയും തൊഴിലാക്കിയ നീ എന്നോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. 10 സെക്കൻഡ് അല്ല, 10 മണിക്കൂർ നിന്റെ മുമ്പിൽ ഈ നിൽപ്പ് ഞാൻ നിന്ന് തരാം. എന്റെ ഒരു രോമത്തിൽ തൊടാൻ കഴിയുമോ നിനക്ക്? അതിനുള്ള ചങ്കൂറ്റുണ്ടോ? ആണത്വവും ധൈര്യവും നാക്കിലുണ്ടായ പോരാ, രക്തത്തിൽ അലിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർ പ്രവർത്തിക്കുകയുള്ളൂ. നിന്നെ പോലെ ചിലക്കില്ല. പോടാ, പോ. അനന്ത, ഇതിൽ കൂടുതൽ നീ പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കും. കാരണം എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഈ യുദ്ധത്തിൽ നിന്റെ പതനം എനിക്ക് കാണണം. ഫോർ ദാറ്റ് ഐ വിൽ വെയിറ്റ് ടിൽ മൈ ഡെത്ത്. ആരാ? ആരാന്നാ ചോദിച്ചത്? ആ, ബഹളം വെക്കാതെടോ. ഞാനാ. താനായിരുന്നു? ഇതെങ്ങനെ ഇവിടെ ഈ സമയത്ത്? എപ്പോ എത്തി? കുറെ നേരമായി. ആളെ കാണാതായപ്പോ ഇവിടെ ഇരുന്ന് ഒന്ന് മയങ്ങി. അല്ല, താൻ ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ഈ അടുത്ത. എല്ലാം പറയാം, താൻ വാലുവർക്ക്. ആ, വാ. അപ്പൊ തനിക്കെതിരെ അന്ന് സാക്ഷി പറഞ്ഞ ഡോക്ടർ അനന്തൻ തന്നെയാണ് ഡോക്ടർ നന്ദകുമാറിന്റെ അനുജൻ അല്ലേ? ഛേ, ഈ വിവരം ഞാൻ അറിയാതെ പോയല്ലോ. അല്ല, കള്ളവാറ്റും ചാരായ കച്ചവടവും ഒക്കെ നിർത്തി പുതിയ ഏതോ ലൈൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? ലൈനൊക്കെ പഴയത് തന്നെ. ആളുകളെ കിക്കാക്കുക. പക്ഷേ വാറ്റുചാരായത്തിന് പകരം ഡ്രഗ്സ് ആണെന്ന് മാത്രം. ഡ്രഗ്സ് ആകുമ്പോ റിസ്ക് കൂടുതലാണ്, പക്ഷേ അതുപോലെ ലാഭവും കൂടും. പിന്നെ താനൊക്കെ ഇല്ലേ, അതുകൊണ്ടാ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പൊ ജയിലിൽ എന്താ വെറുതെ കിടക്കുകയായിരുന്നില്ല? ഈ ലൈൻ എന്റെ പ്ലാൻ അല്ല. താൻ എന്റെ അനിയനെ അറിയില്ലേ, രഞ്ജിത്ത്? അവനിപ്പോ ബോംബെയിൽ MBBS കഴിഞ്ഞ് നിൽക്കുക. അവന്റെ അവിടത്തെ കണ്ടുപിടുത്തമാണ് ഈ ബിസിനസ്. അപ്പൊ താൻ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണല്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ? ജേക്കബേ, ഞാൻ തൽക്കാലം എന്റെ താമസം കണ്ണൂരിൽ നിന്നും ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ പുതിയ ലൈൻ തുടങ്ങുന്നതിന് മുമ്പ് സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരെ ഒക്കെ കണ്ട് അനുവാദം വാങ്ങണമല്ലോ. അതിനാ ഞാൻ വന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മുതലാളിക്ക് വിനയം വല്ലാതെ കൂടിയിട്ടുണ്ട്. അതാ അതിന്റെ കാര്യം. പിള്ളേച്ചൻ പറഞ്ഞത് ശരിയാ. നമസ്കാരം. ആ പിള്ളേച്ച, ഇന്ന് അല്പം ബിസിയാ. നാളെ കാണാം. ഓ, നാളെ വരട്ടെ. ആരാ? OC പിള്ള, കാഹളം പത്രത്തിന്റെ പത്രാധിപർ. മറ്റേയാൾ വിശ്വം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർ നന്ദകുമാറിന്റെ അളിയൻ. ജേക്കബേ, താൻ അവരെ ഒന്ന് വിളിക്ക്. എനിക്ക് വിശ്വത്തൊന്ന് പരിചയപ്പെടണം. ഇത്രയും കരയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് വിചാരിച്ച് എൻട്രൻസ് കിട്ടാത്തൊരു വേറെ ഇല്ലേ? ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ടായാലും നിന്നെ പഠിപ്പിക്കാമെന്ന് നിന്റെ അനന്തേട്ടനല്ലേ പറഞ്ഞത്? പിന്നെന്താ? ഇവളുടെ നോമ്പും ഉപവാസം ഒക്കെ കണ്ട് അവനൊന്ന് പറഞ്ഞെന്ന് വിചാരിച്ച്
10-15 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇവിടെ ഡോക്ടർ ആക്കാനോ? നടന്നത് തന്നെ. അത്രയും രൂപ ഒരുമിച്ച് ബാങ്കിൽ അടച്ചാലേ ഹോസ്പിറ്റലിന് വേണ്ടി വാങ്ങിയതിന്റെ പലിശയെങ്കിലും കുറയും. അവളെ വല്ലാതെ മോഹിപ്പിച്ചതുകൊണ്ടല്ലേ? അതിന് അത്രയും കാശ് എവിടുന്നുണ്ടാവും? ഓ, അതൊക്കെ അനന്തൻ ഉണ്ടാക്കിക്കൊള്ളും. അവൻ എവിടുന്നുണ്ടാക്കാനാ? അതിന്റെ 1/3 പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ വീട് പണി തീർത്ത് എന്നേ കയറി താമസിച്ചേനെ. ഞാൻ പഠിക്കുന്നില്ല, അപ്പൊ എല്ലാവർക്കും സമാധാനാവുമല്ലോ. ആരും തന്നില്ലെങ്കിൽ വേണ്ട, ഗീതയുടെ ക്യാപിറ്റേഷൻ ഫീ ഞാൻ തരാം. നാട്ടിൽ എന്റെ വീതത്തിലുള്ള സ്ഥലത്തിന് പലരും വരുന്നുണ്ടെന്ന് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് വില അല്പം കുറയും. എന്നാലും സാരമില്ല, നമുക്കത് കൊടുക്കാം. അതുകൊണ്ട് മതിയായില്ലെങ്കിൽ എന്റെ ആഭരണങ്ങളില്ലേ, അതും കൂടി ആവുമ്പോ തികയും. ശ്രീദേവി എന്തായി പറയുന്നത്? സ്വർണവും സ്ഥലവും വിൽക്കാനോ? അതൊന്നും സാരമില്ലമ്മേ, ഗീത പഠിക്കട്ടെ. ഔദാര്യത്തിന് നന്ദി. വന്നു കയറിയ പെണ്ണുങ്ങളുടെ സ്വത്തുവറ്റ് വീട്ടാവശ്യങ്ങൾ നടത്തിയ പാരമ്പര്യം ഇന്ന് വരെ ഈ കുടുംബത്തിലുണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാകാനും പോകുന്നില്ല. ഡോക്ടറാകാൻ വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിച്ചാൽ മതി. കേട്ടില്ലേ അമ്മേ? ഇപ്പോഴും അനന്തൻ എന്നെ കൊള്ളിച്ചാ സംസാരിച്ചത്. ഏയ്, അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു കാണില്ല മോളെ. ഗീത പഠിച്ച് ഡോക്ടറായി കാണാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല അവരിങ്ങനെ പറഞ്ഞത്. അതെനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ എന്റെ നേർക്കുള്ള അമ്പ. എന്നെ തോൽപ്പിക്കണം. അതിന് സമർത്ഥമായിട്ട് ഒരുക്കിയിരിക്കുന്ന കുരുക്കാണ് ഈ ലിബറൽ ഓഫർ. അവരുടെ പൊന്നും മണ്ണും വിറ്റ് ഗീതയെ പഠിപ്പിക്കാൻ ചേട്ടൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായിട്ട് സമ്മതിച്ചത്. അപ്പോ അതിനെ എതിർത്താൽ ഞാനാവുമല്ലോ ഗീതയുടെ മുമ്പിൽ ഏറ്റവും വലിയ ശത്രു. ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലെന്ന് അവരുടെ ധാരണ. ഒരു കാരണവും കൂടാതെ എന്നോട് ഇങ്ങനെ ശത്രുത തോന്നാൻ ഞാൻ എന്താ അപരാധം അവരോട് ചെയ്തത്? ആരോ ചേച്ചിയെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അതാ. തെറ്റിദ്ധരിക്കാൻ നിന്നു കൊടുത്തിട്ടല്ലേ? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണം, അല്ലാതെ ഒരുതരം ചീപ്പ് സെന്റിമെന്റ്സ്. ഇതൊന്നും കൊണ്ട് അനന്തരം തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. എന്തിനാ കരയണേ? എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ നിന്നെ പഠിപ്പിച്ചോളാമെന്ന് ഏട്ടനല്ലേ ഏറ്റിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ആഗ്രഹങ്ങളൊന്നും തെറ്റിക്കണ്ട. നീ പഠിച്ചോ, ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അനന്ത എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കിയത് എന്തിനാ? ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ല. നീ എങ്ങനെയല്ല അതിനുള്ള ഏർപ്പാടുണ്ടാക്കും? രാധിക അറിഞ്ഞു, സമ്മതിച്ചോ? അറിഞ്ഞു. കേട്ടപ്പോ ആദ്യം വിഷമിച്ചു, പിന്നെ എന്റെ തീരുമാനമാണ് ശരിയെന്ന് അവൾക്കും തോന്നി. പാവം, ഒരുപാട് ആശിച്ചതാ. എന്തായാലും ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു. ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. ഒന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് നടിക്കണം, മുണ്ട് മുറുക്കെടുത്താലും മാനം കാക്കണം. ഇതൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ മടിയിലെത്തി പഠിപ്പിച്ചു തന്നതാ. അവരുടെ വാശിക്ക് മുമ്പിൽ ഞാൻ ഇതൊക്കെ മറക്കണോ? പറ. ഒന്നുമില്ലെങ്കിലും എന്റെ കൂടപ്പുറപ്പിന് വേണ്ടിയല്ലടാ, എന്നെ കടമയല്ലേ, നടക്കട്ടെ. ചേട്ടൻ വീട് വിറ്റോ? വീട് വിറ്റിട്ടാണോ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയോ? ഞാൻ പഠിക്കാൻ പോകുന്നില്ല. ചേട്ടന്റെ വീട് വിറ്റ കാശുകൊണ്ട് എനിക്ക് പഠിക്കണ്ട. വീട് വിറ്റാലെന്താ, നീ വാങ്ങിക്കൂടെ? നമുക്കിപ്പോ ഈ വീടില്ലേ? അച്ഛന്റെ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടറാക്കണമെന്ന്. നിന്നെ എഴുത്തിനിട്ടുമ്പോ അച്ഛൻ അത് പറയുകയും ചെയ്തിരുന്നു. മരിച്ചുപോയി നമ്മുടെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഈ വീടുണ്ടാക്കുന്നതൊക്കെ ഒരു യോഗമാണ്. സമയം വരുമ്പോ താനേ നടക്കും. അല്ലെങ്കിൽ വേണ്ട, മോള് പഠിച്ച് വലിയൊരു ഡോക്ടർ ആകുമ്പോ ഈ ചേട്ടനൊരു വീട് വാങ്ങിച്ചു തന്നോളൂ. അപ്പൊ ഈ പ്രയാസമൊക്കെ അങ്ങ് മാറും. അനന്താ, ആരോട് ചോദിച്ചിട്ടാണാ നീ വീട് വിറ്റേ? നിന്നോടാ ചോദിച്ചേ, ആരോട് ചോദിച്ചിട്ടാ വീട് വിറ്റേന്ന്? തൽക്കാലം എന്റെ പ്രോപ്പർട്ടി മാത്രമല്ലേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിരിക്കുകയല്ലേ. നമ്മുടെ അനിയത്തെ പഠിപ്പിക്കാൻ ചേട്ടത്തിയുടെ സ്വത്തും സ്വർണവും വിൽക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്റെ വീട് വിൽക്കുന്നത്? മാത്രമല്ല, ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് താമസം മാറുകയെന്ന് വെച്ചാൽ അതുകൂടെ ആലോചിച്ചപ്പോ ഒന്നുമല്ല.
വീണ്ടും നീ എന്നെ ചെറുതാക്കി. മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. എന്റെ ഭാര്യയുടെ സ്വത്ത് നിനക്ക് കുറച്ചില്ലല്ലടാ. ഇങ്ങനെ തൊട്ടും തൊടാതെയും പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവണ്ട. നീ വളർന്നു വളർന്ന് ആകാശം മുട്ട വളർന്നു. ഞാൻ താഴ്ന്ന് താഴ്ന്ന് അങ്ങില്ല ആയിക്കോളാം. താഴ്ന്ന് താഴ്ന്ന് അങ്ങില്ല. എങ്ങനെയുണ്ട്? പൾസ് നോർമലാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം. ബോധം തെളിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം. സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞ സേവനോട്. ഇതിനാണോ നിന്നെയൊക്കെ അയച്ചത്? നമ്മുടെ എല്ലാ ഇടപാടുകളും ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാ. അവനോട് വന്നതിന് എന്തെങ്കിലും ഉദ്ദേശം കാണും. ഇപ്പൊ എവിടെ ഉണ്ട് അവൻ? മദർ ഹോസ്പിറ്റൽ. വിളിക്കടാ. ഹോസ്പിറ്റലിലേക്കോ? നിന്റെ ഡിവൈഎസ്പി ജേക്കബിനെ വിളിക്കാൻ. യെസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സേവരെ? ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പോലീസുകാർ വന്നിട്ടുണ്ട്. പോലീസ് കേസ് ആയതുകൊണ്ട് അയാൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന്. അയാൾക്ക് ബോധം വീണോ? ബോധം വീണില്ല. നമ്മൾ പോലീസിൽ അറിയിച്ചിരുന്നതാ. ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതി വാങ്ങിയിട്ട് ഡിസ്ചാർജ് ചെയ്തോളൂ. ശരി സർ. കൊണ്ടുപോകാൻ പോലീസ് വന്നിക്കണം. ബോധം വേണോ? ഇല്ല സർ. രോഗിയെ കൊണ്ടുപോകാനുള്ള ലെറ്റർ വന്നിട്ടുണ്ട്. അത് മനസ്സിലായി. ആര് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്നേ? ഞാനാ പറഞ്ഞത്. ഈ തലവേദനയൊക്കെ നമ്മളെന്തിനാ ചോക്കുന്നത്? അവരെവിടെയും കൊണ്ടുപോട്ടെ. ആ ഡിവൈഎസ്പി ജേക്കബാണ് വന്നിരിക്കുന്നത് കൊണ്ടുപോകാൻ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഗിയുള്ളത്. ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്തെങ്കിലും സംഭവിച്ചാലല്ല സംഭവിപ്പിക്കും. പിന്നെ ചേട്ടനും അനിയനും അതിന്റെ പുറകെ തൂങ്ങാം. ഈ ജന്മം മുഴുവൻ കോടതി കയറി ഇറങ്ങിയാലും തീരില്ല. പിന്നെ നാട്ടുകാരുടെ പക വേറി. കൊണ്ടുപോയി വാടിക്കിടത്ത്. നിർത്താൻ. ആംബുലൻസ് കേട്ട്.
പറഞ്ഞത് കേട്ടില്ലേ? ഇയാളെ ആംബുലൻസ് കയറ്റാൻ. അയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ. അതറിയാം സാർ. ക്യാൻവാസ് ചെയ്ത് പേഷ്യന്റിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. മനുഷ്യത്തെ ഓർത്തൊരു അല്പം ജീവകാരുണ്യം കാണിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോ വിട്ടുകൊടുത്തൂടെ? അതെനിക്കൂടെ ബോധ്യപ്പെടണ്ടേ? നിങ്ങൾ തന്നെയല്ലേ കംപ്ലൈന്റ് ചെയ്തത്? ആളെ വിളിച്ചു വരുത്തിയിട്ട് താനെന്താ ഞങ്ങളെ ആക്കുന്നു? ആക്കാൻ നിന്നാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? സാർ, അയാളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. എന്താ അത്ര നിർബന്ധം? ബോധം വീണിട്ട് നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകൂടെ? ന്യായീകരണമൊന്നും വേണ്ട. ബലം പ്രയോഗിക്കേണ്ടി വന്നാലും ശരി, പേഷ്യന്റ് ഞങ്ങൾ കൊണ്ടുപോകാനും ചെയ്യും. കൊണ്ടുപോയിക്കോളൂ, യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ കുറിപ്പടി കൊണ്ടൊന്നും പറ്റില്ല. ഇനി 24 മണിക്കൂറെങ്കിലും വേണം പേഷ്യന്റിന്റെ ബോധം തെളിയാൻ. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. സർവൈവൽ ചാൻസ് 5% ഉള്ളൂ. ഈ കണ്ടീഷനിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക് ആണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഡോക്ടറെ തറപ്പിച്ച് പറഞ്ഞിട്ടും ഞാൻ എന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ റിസ്കിൽ പേഷ്യന്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് സീല് ചെയ്ത് 4 സാക്ഷികളുടെ ഒപ്പും ഇട്ട് തന്നിട്ട് പേഷ്യന്റിനെ എവിടെ വേണേ കൊണ്ടുപോകും. ചേട്ടൻ റിക്വസ്റ്റ് ലെറ്റർ ചോദിച്ചു, അത് കൊടുത്തു. അനി എന്താ ഇപ്പൊ ഇങ്ങനെ? ഇതൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. മിസ്റ്റർ ജേക്കബ്, മൂക്കിന് താഴെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായതുകൊണ്ട് മാത്രം ആണാവില്ല. അതുകൊണ്ട് കിടത്തോ. ട്രാഫിക് ബ്ലോക്കേഴ്സ് അറിയാലോ സാർ, വാതി കയറി പ്രതിയാവും. വേണ്ടാത്ത പുലിവാലിനൊന്നും പോകണ്ട സാർ. അവനൊന്ന് വിരട്ടിയപ്പോ താൻ ആകെ വിരണ്ടു പോയല്ലേ? അവൻ ആരാണെന്ന് തന്റെ വിചാരം? ഈ കൂറ പിടിച്ച് യൂണിഫോമും തൊപ്പിയും വലിച്ചടിച്ചിട്ട് വല്ല ഭജനയ്ക്കും പോയിക്കോട്ടെ. എനിക്ക് എടുക്കണേ, ഒരു വരി പോക്കെടുത്താൻ പറയരുത് കേട്ടോ. താൻ പറയുന്ന പോലെ അവനെ ഭയന്നിട്ടൊന്നുമല്ല, 2 പൊട്ടിച്ചവനെ കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷെ തൂങ്ങുന്നത് ഞാനാ. താൻ അങ്ങ് പൊടി തട്ടി പോവുകയും ചെയ്യും. എന്താ ജേക്കബ് ഇത്? നിലവിട്ട് പല ഉപകാരങ്ങളും താൻ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും എടുക്കൂടെ മറന്നിട്ടില്ല, മറക്കുന്നില്ല. ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കേ. ഒരിക്കലും ചെന്നുപെടാൻ പാടില്ലാത്തവന്റെ അടുക്കൽ തന്നെയാ അവൻ എത്തിയിരിക്കുന്നത്. അവൻ വാ തുറന്നാൽ എന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാകും. ലെറ്റ് ഹിം നോട്ട് ഓപ്പൺ ഹിസ് മൗത്ത്. Yes, Nandu here. പുലർച്ചെ ഏകദേശം 4-4:30 മണിക്ക് അയാൾക്ക് ബോധം വീണ്. അപ്പൊ ഞാൻ ചായ കൊണ്ട് കൊടുത്ത് അത് അയാൾ കുടിച്ച്. പിന്നെ ഒരു 6-6:30 മണിക്ക് സിസ്റ്റർ ടെമ്പറേച്ചർ നോക്കാൻ പോയപ്പോ സിസ്റ്റർ അയാളെ കാണാനില്ല. ഹോസ്പിറ്റലിൽ മുഴുവൻ തെരഞ്ഞു നോക്കി, പിന്നെ ഞാൻ സാറിനെ വിവരം അറിയിച്ചത്. വേറെ വല്ല പണിക്കുമ്പോ കൂടെ എനിക്കൊക്കെ 10-20 സ്റ്റാഫും പരിവാരങ്ങളും സന്നാഹമുള്ള സ്ഥലത്ത് നിന്ന് ഒരുത്തിന് അപ്രത്യക്ഷനായെന്ന് നാണല്ലോ പറയാൻ. ആരായിരുന്നു സെക്യൂരിറ്റി ചാർജ്? എന്തിനാണ് നീയൊക്കെ ഈ വേഷം കെട്ടി നടക്കുന്നത്? അവനെ കൊണ്ടുപോകാനെന്നല്ല പോലീസുകാർ വന്നപ്പോ വിട്ടുകൊടുക്കാൻ ഞാൻ പറഞ്ഞതാ. അപ്പൊ വലിയ ഡോക്ടറുടെ ഈഗോ പുറത്തിയാടി. ഓരോന്നുണ്ടാക്കി വെക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. ആ പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ എടുത്തും കൊണ്ടുവന്നാ ഞാൻ എന്ത് സമാനം പറയടോ? എന്ത് സമാനം പറയുന്ന? സോറി മിസ്റ്റർ നന്ദകുമാർ, ഇന്നലെ ഞാൻ നിങ്ങളോട് അല്പം ബോറായി പെരുമാറി. അപ്പോഴത്തെ ആവേശത്തിൽ ഈ ഫോർമാലിറ്റീസ് ഒക്കെ അങ്ങ് മറന്നു. പറഞ്ഞ പോലെ എല്ലാം എഴുതിയിട്ടുണ്ട്. 4-8 സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ച് അയാളെ വേഗം വിട്ടുതരൂ. ചേരടോ, പോയി കൊണ്ടുപോവാ. യെസ് സർ. സർ, അയാൾ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? എന്താ ആളെ കളിയാക്കുക? അല്ല സർ, അയാളെ കാണാനില്ല. 5% മാത്രം സർവൈവൽ ചാൻസ് ഉള്ളവൻ ഇരുന്ന ഇരിപ്പിൽ കാണാതായെന്നോ? അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. ഒരെണ്ണത്തിനെ ഞാൻ വിടില്ല. സത്യമാണ് സർ ഞാൻ പറഞ്ഞത്. പേഷ്യന്റ് മിസ്സിംഗ് ആണ്. സാറിന് വേണമെങ്കിൽ ഈ ഹോസ്പിറ്റൽ മുഴുവൻ സെർച്ച് ചെയ്യാം. അതിനൊന്നും എനിക്ക് സമയമില്ല. അല്ലാതെ തന്നെ എന്റെ മുന്നിൽ നിങ്ങൾ അവനെ ഹാജരാക്കും. അതിനുള്ള വഴി എനിക്കറിയാം. അവന്റെ പുറകെ കൊലയാളികളായിരുന്നു. നിങ്ങൾ അവനെ അവർക്ക് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങി അവർ പറഞ്ഞിട്ട് നിങ്ങൾ അവനെ കൊന്നു സർ എന്ന് ഞാൻ പറയുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. സാർ, ഞാൻ ഒക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം.
സാർ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത അനന്തൻ ഡോക്ടറാണ്. ആർക്ക് വേണോടോ ആ ശമ്പളക്കാരനെ? ഹീസ് റെസ്പോൺസിബിൾ. നടക്കണോ? നടക്കാൻ. സാർ പിന്നെ ഇവിടുത്തെ ഡോക്ടറേമാരുണ്ടല്ലോ, അവരോട് പറഞ്ഞേക്ക് ഈ കേസിൽ സ്വയം വാദിച്ച് ജയിച്ച് പറ്റുമെങ്കിൽ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ.